ചെമ്പനീർപ്പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബിരിയാണിയൊക്കെ തിന്ന് നമ്മുടെ ശ്രുതി മുറിയിൽ വിശ്രമിക്കുമായിരിക്കും. അപ്പോൾ ചന്ദ്ര മുറിയിലോട്ട് കയറി വരുവേ. എന്താ ശ്രുതി, കിടക്കുമായിരുന്നോ? അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആ ഫുഡൊക്കെ കഴിച്ചപ്പോൾ കുറച്ചു നേരം കിടക്കാമെന്നോർത്തു. എനിക്കാണെങ്കിൽ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. നീ സത്യമാണോ കള്ളാണോ പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ എന്ത് കള്ളം പറഞ്ഞു എന്ന് ആൻറ്റി പറയുന്നേ? ആ, നീ കള്ളമൊന്നും പറയില്ല. നീ കുഞ്ഞു വാവയാണല്ലോ. നീ എന്താ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നീ എന്നെ പറഞ്ഞ് പറ്റിക്കുവാണോ? അച്ഛൻ ഇപ്പം വരും, അച്ഛൻ നാളെ വരും, അച്ഛൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. നീ എന്നെ എത്ര നാളിങ്ങനെ പറഞ്ഞ് പറ്റിക്കും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ആൻറ്റിനെ പറ്റിക്കുന്നത്? അച്ഛൻ എന്താ വിളിച്ചിട്ട് ഫോൺ എടുക്കത്തേന്ന് എനിക്കും അറിയത്തില്ല, എന്താന്ന് എനിക്കും അറിയുന്നില്ല ആൻറ്റി എന്നൊക്കെ ശ്രുതി പറയുവാണ്. നീ എത്ര നാൾ ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും ശ്രുതി? ഫ്ലൈറ്റ് കയറി അച്ഛൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഫോണിലാണെങ്കിൽ വിളിച്ചിട്ടും കിട്ടുന്നില്ല. നീ ആരെ ഈ പറ്റിക്കാൻ നോക്കുന്നതെന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആൻറ്റി ഞാൻ എന്തിനാ ആൻറ്റിയെ പറ്റിക്കുന്നത്? ഞാൻ കള്ളം പറയുവാണെന്ന് തോന്നുന്നുണ്ടോ? ആ, എനിക്കങ്ങനെ തോന്നുന്നുണ്ട്. നിന്റെ നടത്തവും നിന്റെ സംസാരമൊക്കെ കാണുമ്പോൾ വേറെ എങ്ങനെ തോന്നാനാ? എനിക്ക് നല്ല സംശയമുണ്ട്, നീ എല്ലാവരെയും ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചാണോ കല്യാണം കഴിച്ചതെന്ന്. അങ്ങനത്തെ ഒരു അച്ഛൻ ശരിക്കും ഉണ്ടോടി നിനക്കെന്ന് ചോദിക്കുവാണ് ചന്ദ്ര. നിന്റെ അച്ഛനെന്ന് പറയുന്ന ആൾ ഇന്നേ വരെ നിന്നെ ഫോൺ വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് പിന്നെ അച്ഛൻ ബിസി ആയതുകൊണ്ട്. എന്ത് ബിസി? മലേഷ്യയിലെ രാജാവാണോ നിന്റെ അച്ഛൻ? എന്നോട് സംസാരിക്കണ്ട, സ്വന്തം മോളോടെങ്കിലും ഫോൺ വിളിച്ച് സംസാരിച്ചൂടെ? അതുപോലും ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് നിന്നെ നല്ല സംശയമുണ്ട് ശ്രുതി എന്ന് ചന്ദ്ര ചൂടാകുവാണ് ശ്രുതിനോട്. ശ്രുതി ഒന്നും മിണ്ടാതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുവാണേ. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, കല്യാണം കഴിഞ്ഞ് ഇത്ര നാളായി, ഒരു പ്രാവശ്യമെങ്കിലും അയാൾ നിന്നെ കാണാൻ വേണ്ടി വന്നു വിളിക്കുന്നുണ്ടോ? ആ വർഷയുടെ അമ്മയെ നോക്ക്, ഇടയ്ക്കിടയ്ക്ക് വന്ന് അവളുടെ വിശേഷമൊക്കെ അന്വേഷിക്കും. ഒരു പ്രശ്നം വന്നപ്പോൾ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഇപ്പോൾ വീട്ടിൽ നിർത്തിയിരിക്കുന്നു. അത് ശരി, അത് പോട്ടെ. പിന്നെ നമ്മുടെ രേവതിയുടെ അമ്മ, അവർ മാസത്തിൽ 2 പ്രാവശ്യമെങ്കിലും വരും. അവരെ എനിക്ക് ഇഷ്ടമില്ല, പക്ഷെ അവർ മോളെ കാണാൻ വരുന്നുണ്ടല്ലോ. മോളോടൊരു സ്നേഹം അതുള്ളതുകൊണ്ടല്ലേ അവർ വരുന്നത്. നിന്റെ അച്ഛൻ അങ്ങനെയൊന്നും ഇല്ലേ ശ്രുതി? നിന്നോടൊരു സ്നേഹവും ഇല്ലേന്ന് ചോദിക്കുവാണ് ശ്രുതിനോട്. അങ്ങനെ ഒരാളുണ്ടോ? നീ കള്ളം പറയുവാണോ എന്നോട്? ആ രേവതിയും സച്ചിയും അവരിടക്കിടക്ക് നിന്റെ അച്ഛൻ വരാത്തതിനെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നുണ്ട്. ഞാൻ കൂട്ടിക്കൊണ്ടുവന്ന മരുമകളാ, അതുകൊണ്ട് ഇത്ര നാൾ നിന്നെ വിട്ടുകൊടുക്കാതെ ഞാൻ സംസാരിച്ചു. എന്താ ശ്രുതി ഇത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്? അവരുടെ മുമ്പിൽ ഞാനിപ്പോൾ അപമാനപ്പെട്ടുകൊണ്ടിരിക്കുവാന്ന് പറയുവാണ് ചന്ദ്ര ശ്രുതിയോട്. സത്യം പറ, നിന്റെ അച്ഛൻ വരുമോ ഇല്ലേന്ന് ചന്ദ്ര ചോദിക്കുവാണ്. അപ്പോൾ ശ്രുതി അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞുകൊണ്ടും പറയുവാണ്, ആൻറ്റി എന്താ ആൻറ്റി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്? എൻ്റെ അച്ഛൻ വരാത്തതിൽ എനിക്കും സങ്കടമുണ്ട്. അച്ഛൻ എന്താ വരാത്തതെന്ന് എനിക്കറിയില്ല. ചെറുപ്പത്തിൽ എൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ അച്ഛൻ വേറെ കെട്ടി. അത് കഴിഞ്ഞിട്ട് ഞാൻ ആ സമയത്ത് അച്ഛനായിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇപ്പോഴാണ് എൻ്റെ ദേഷ്യമൊക്കെ കുറച്ച് കുറയുന്നത്. എനിക്കും ആഗ്രഹമുണ്ട് അച്ഛനെ പോയി കാണണം, അച്ഛൻ വരണം, എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്ന്. പക്ഷെ എന്ത് ചെയ്യാനാ ആൻറ്റി എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയും, ശ്രുതി നീ ഇനി ഇതന്നെ എത്ര നാൾ പറഞ്ഞുകൊണ്ടിരിക്കും? ഇതെനിക്ക് കേട്ട് കേട്ട് മതിയായി ശ്രുതി എന്ന് പറയുവാണ് ചന്ദ്ര. ഇനി നിന്റെ ഈ കള്ള കണ്ണീരൊന്നും ഞാൻ വിശ്വസിക്കില്ല ശ്രുതി. നീ ഇത്രയും നാൾ ഈ കണ്ണീര് കാണിച്ച് എന്നെ പറ്റിച്ചു. ഇനി ഞാൻ നീ പറയുന്നത് ഒരു കാര്യം പോലും വിശ്വസിക്കില്ല. ശ്രുതി വേണമെങ്കിൽ വിശ്വസിക്കുമായിരിക്കും, ഞാൻ വിശ്വസിക്കില്ല. ഒരു കാര്യം പറഞ്ഞേക്കാം, നിന്റെ അച്ഛൻ വന്നിരിക്കണം. വന്നില്ലെങ്കിൽ ഇനി നിന്റെ സ്ഥാനം എവിടെയാണെന്ന് ഞാൻ തീരുമാനിക്കും. ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കും. ശ്രുതിയെ പോലും ഞാൻ ഓർക്കത്തില്ല എന്ന് പറഞ്ഞ് ചന്ദ്ര വാണിങ് കൊടുത്തിട്ട് മുറിയിൽ നിന്നും പോകുവാണ്. ശ്രുതി ഇതൊക്കെ കേട്ട് നല്ലോണം പേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് കാണിക്കുന്നത് സച്ചിയും രേവതിയാണ്. സച്ചി ചോദിക്കുന്നുണ്ട്, ബിരിയാണി എങ്ങനെയുണ്ടായിരുന്നു രേവതി? ബിരിയാണി സൂപ്പറായിരുന്നു. ഞാൻ ഓർത്തില്ല അത്രയും ബിരിയാണി എല്ലാവരും കൂടി തിന്ന് തീർക്കുമെന്ന്. പക്ഷെ തീർത്തുവല്ലോ, അതാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ആ അതെനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാൻ ബിരിയാണി മേടിച്ചുകൊണ്ടും വന്നത്. അപ്പോൾ രേവതി പറയും, മേടിച്ചുകൊണ്ടും വന്നു? സച്ചിയേട്ടനല്ലേ പറഞ്ഞ ഏതോ ഫ്രണ്ട് കൊണ്ടുവന്നു എന്ന്? ആ ഫ്രണ്ടിൻ്റെ അടുത്തുനിന്ന് മേടിച്ചുകൊണ്ടും വന്നു. അതേതാ സച്ചിയേട്ടൻ, ഞാൻ അറിയാത്ത ഫ്രണ്ട്? അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇതെൻ്റെ ചെറുപ്പത്തിലെ ഫ്രണ്ടാ, തുണിക്കട നടത്തുന്നു. അപ്പോൾ പറയും, അല്ല നോമ്പിനെ അവരുടെ വീട്ടിൽ ഭക്ഷണമൊന്നും ഉണ്ടാക്കൂലല്ലോ, പിന്നെ സച്ചിയേട്ടൻ പോയിട്ട് ഈ 2 മണിക്കൂറിനുള്ളിൽ എങ്ങനെ ഇത്രയും ബിരിയാണി കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, നീ എന്താ പോലീസ് ഓഫീസറെ പോലെയൊക്കെ എന്നെ ചോദ്യം ചെയ്യുന്നത്? ബിരിയാണി തിന്നില്ലേ, ഇഷ്ടപ്പെട്ടില്ലേ, അത് പോരെയെന്ന് പറയുമ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഇതിലെന്തോ ഒരു കള്ളത്തരമുണ്ട്, എനിക്ക് സച്ചിയേട്ടൻ പറയുന്ന കാര്യങ്ങളിലൊന്നും വിശ്വാസമില്ല എന്ന് രേവതി പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ബാക്കി എല്ലാവരും ബിരിയാണി തിന്നിട്ടും പോയി, നീ മാത്രമാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുന്നത്. നിനക്ക് ഭയങ്കര ബുദ്ധിയാണല്ലോ രേവതി എന്നൊക്കെ പറയുവാണ് സച്ചി. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നെ സോപ്പിടാണ്ട് കാര്യം പറ സച്ചി ഏട്ടാ, എവിടെന്നാ ബിരിയാണി എന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി എളുപ്പം പോയി വാതിലടച്ചിട്ടൊക്കെ വന്നിരിക്കുവേ. അപ്പോൾ പറയും, ആ ഇനി പറ. അതെ, ഞാൻ കള്ളം പറഞ്ഞതാന്ന് പറയുവാണ് സച്ചി. അപ്പോൾ രേവതി പറയും, ആ അതെനിക്ക് മനസ്സിലായി.
അപ്പോൾ ബിരിയാണി മേടിച്ചതാ. ഏത് കടയായാലും ശരി നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. അപ്പോൾ പിന്നെ കടയിൽ നിന്ന് മേടിച്ചതാണെന്ന് പറഞ്ഞുകൂടായിരുന്നോ സച്ചിയേട്ടൻ എന്ന് രേവതി ചോദിക്കുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, കടയിൽ നിന്നാണ് മേടിച്ചതെന്ന് പറഞ്ഞാൽ അമ്മ തിന്നില്ലല്ലോ. അമ്മ തിന്നാതിരിക്കുമ്പോഴേക്കും അച്ഛനും തിന്നത്തില്ല. അച്ഛൻ മരുന്നൊക്കെ കഴിക്കുന്നല്ലേ, ഭക്ഷണം കഴിക്കണ്ടേ എന്നൊക്കെ സച്ചി പറയുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, ഇതൊന്നുമല്ല കാരണം, എനിക്കറിയാം എന്താ കാര്യമെന്ന്. അപ്പോൾ സച്ചി പറയും, എന്താ കാര്യം? അമ്മ 2 ദിവസമായിട്ട് ശരിക്കും ഒന്നും കഴിച്ചിട്ടില്ലെന്ന് സച്ചിയേട്ടനറിയാം. അതുകൊണ്ടല്ലേ സച്ചിയേട്ടൻ ഈ ബിരിയാണി മേടിച്ചുകൊണ്ട് വന്നതെന്ന് രേവതി ചോദിക്കുവാണ്. അപ്പോൾ സച്ചിക്ക് സങ്കടം വരുവേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എനിക്കറിയാം സച്ചിയേട്ടൻ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അമ്മയെ ഭയങ്കര ഇഷ്ടമാണെന്ന്. പുറത്ത് അമ്മയോട് ചൂടാവുന്നുണ്ടെങ്കിലും അമ്മ എന്ന് പറഞ്ഞാൽ സച്ചിയേട്ടൻ്റെ ജീവനാ. അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ മേടിച്ചു കൊടുത്തതെന്ന് പറയുമ്പോൾ സച്ചി പറയും, എന്തായാലും എനിക്ക് ആദ്യം ഭക്ഷണം തന്നത് അമ്മയല്ലേ. അപ്പോൾ ആ അമ്മ ഭക്ഷണം കഴിക്കാതെ എങ്ങനെയാ? അത് സാരമില്ല. ഇപ്പം എന്താ കൂടി വന്ന ഒരു 1500 രൂപ എൻ്റെ കയ്യിന്ന് ചിലവായി. അതിന് എല്ലാവരും ഹാപ്പി ആയിട്ട് ഭക്ഷണം കഴിച്ചില്ലേ, അത് മതി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടനെ മാത്രം എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്നു? ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ സച്ചേട്ടനാണ് ഇറങ്ങി ആദ്യം എത്തുന്നത്. പക്ഷെ ആർക്കും സച്ചേട്ടൻ ഇഷ്ടമല്ല. സച്ചേട്ടൻ്റെ ഒരു നല്ല മനസ്സാണെന്ന് രേവതി പറയുവാണ്. എൻ്റെ ഭർത്താവിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് നല്ല അഭിമാനം തോന്നുന്നു എന്നൊക്കെ രേവതി പറയുന്നുണ്ട്. പിന്നെ അവരുടെ കുറച്ച് സന്തോഷ നിമിഷങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലറാണ്. അവിടെ മീരയുണ്ട്. മീര പറയുന്നുണ്ട്, ശ്രുതി നിനക്ക് ഞാനൊരു പാസ്പോർട്ട് ശരിയാക്കി തരാം, വേറൊരു കള്ള പാസ്പോർട്ട്. നീ ആ പാസ്പോർട്ടിൽ പുറത്ത് എവിടെയെങ്കിലും പോകുമെന്ന് പറയുവാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെന്തിനാ? അല്ല നിനക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ, നീ പോയിക്കോ, അതേ നിനക്കിനി ഒരു വഴിയുള്ളൂ. കാരണം ഇത്രയും നാൾ അച്ഛൻ എപ്പോൾ വരും അച്ഛൻ എപ്പോൾ വരും എന്ന് ചോദിച്ചിരുന്ന ആൻറ്റി ഇപ്പോൾ അച്ഛൻ വന്നേ പറ്റുള്ളൂ എന്നാ പറയുന്നത്. എന്ത് ചെയ്യാനാ? ഇനി നിനക്ക് നീ എന്ത് ചെയ്യും? നീ ആരെ കാണിക്കും അച്ഛനാക്കി? നമുക്കൊരു തെറ്റ് പറ്റി. തുടക്കത്തിലേ നിനക്ക് അച്ഛനില്ല, ഇളയച്ചൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. ഇളയച്ചനാ നിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിരുന്നെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു എന്ന് മീര പറയുവാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ബീരാനെ തന്നെ അച്ഛനായിട്ട് അഭിനയിപ്പിച്ചാൽ മതിയായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് അച്ഛനായിട്ട് അഭിനയിക്കാൻ വേറൊരാളെ കൊണ്ടുവന്നാലോ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഞാൻ നല്ലത് പറയുവേ മീരെ, അച്ഛനായിട്ട് അഭിനയിക്കാൻ ഒരാളെ വേണമായിരുന്നെങ്കിൽ ഞാൻ നേരത്തെ തന്നെ വിളിക്കുമായിരുന്നില്ലേ. ആൻറ്റിക്ക് അച്ഛനെ കാണാനൊന്നുമല്ല, അച്ഛൻ വന്നു കഴിഞ്ഞാൽ അച്ഛൻ്റെ സ്വത്തുമേലാണ് നോട്ടം. അച്ഛൻ കൊട്ടക്കണക്കിന് സ്വത്തും കൊണ്ട് വരും, സ്വർണം കൊണ്ട് വരും എന്നൊക്കെ പറയാനാണ് ചന്ദ്ര ആൻറ്റി ഇരിക്കുന്നത്. എന്നിട്ട് വേണം ശ്രുതിക്ക് സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാനും. അവർക്ക് അച്ഛൻ്റെ സ്വത്തിലാണ് നോട്ടം. എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുവാണ് ശ്രുതി. അപ്പോൾ മീര പറയുന്നുണ്ട്, ആ ശരിയാണ്, അഭിനയിപ്പിക്കാൻ വേണമെങ്കിൽ നമുക്ക് അച്ഛനെ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ ഈ സ്വർണത്തിനും സ്വത്തിനൊക്കെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുവാണ് മീര. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇന്ന് ചന്ദ്രാൻറ്റിയെ കണ്ടപ്പോൾ എൻ്റെ കയ്യും കാലും ഒക്കെ വിറച്ചുപോയി. അത്രക്കും ദേഷ്യത്തിലാണ് എന്നോട് സംസാരിച്ചത്. എനിക്ക് എന്താ ചെയ്യണം? ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. അതിനു വേണ്ടിയുള്ളൊരു വഴിയാണ് ഇനി ആലോചിക്കേണ്ടതെന്ന് ശ്രുതി പറയുവാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, നീ ഇനി കൂടുതൽ കള്ളങ്ങളൊന്നും പറയണ്ട, ഉള്ള സത്യങ്ങൾ അങ്ങ് പറഞ്ഞൂടെ. അപ്പോൾ ശ്രുതി പറയും, സത്യങ്ങൾ പറഞ്ഞ് എൻ്റെ ജീവിതം ഇല്ലാതാക്കാനോ? ഞാൻ സ്വപ്നം കണ്ട ജീവിതം അങ്ങനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അത് ഞാൻ ആഗ്രഹിച്ച പോലെ എനിക്ക് ജീവിക്കണം എന്ന് ശ്രുതി പറയുവാണ്. ഇപ്പം നീ സന്തോഷത്തോടെയാണോ ജീവിക്കുന്നത്? പേടിച്ച് പേടിച്ചല്ലേ ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. അതിലും നല്ലതുള്ള സത്യങ്ങളൊക്കെ അന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് നിനക്ക് ജീവിച്ചൂടെ എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇപ്പോൾ ഉള്ള ശ്രുതിയുടെ മെൻറ്റാലിറ്റിയിൽ സത്യങ്ങൾ പറഞ്ഞാൽ ശ്രുതി തന്നെ എന്നെ പിടിച്ച് പുറത്താക്കും. ആദ്യം ശ്രുതിനെ എൻ്റെ വരുതിയിലാക്കണം, എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനെന്ന് ശ്രുതി പറയുവാണ്. സത്യം ഞാൻ എന്തായാലും ഇപ്പം പറയാൻ പോകുന്നില്ല എന്ന് പറയുവാണ്. അപ്പോൾ പിന്നെ വേറെ എന്ത് ചെയ്യാനാ നിൻ്റെ പ്ലാൻ? നമുക്ക് അച്ഛനെ തന്നെ ഏർപ്പാട് ചെയ്താലോ ഒരെണ്ണം. അപ്പോൾ പറയും, അതൊന്നും വേണ്ട, ഇപ്പോൾ ഉള്ള ഈ സാഹചര്യത്തിൽ അച്ഛനെ ഏർപ്പാട് ചെയ്താൽ അതൊന്നുകൂടെ റിസ്ക് ആകും. ആ ചന്ദ്രാൻ്റെ ഭക്ഷണമൊക്കെ കഴിക്കാതെ ശ്രീകാന്തിൻ്റെ പ്രശ്നത്തിൽ അങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ആ സച്ചി ബിരിയാണിയൊക്കെ കൊണ്ടുവന്ന് അവർക്ക് നല്ലോണം തീറ്റിച്ച് കഴിഞ്ഞ് അവരെന്നെ വന്ന് ചീത്ത പറഞ്ഞു. നമുക്ക് ബീരാനെ വെച്ച് തന്നെ ഒരു കളി കളിച്ചാലോ? നിൻ്റെ ബീരാൻ്റെ നമ്പറില്ലേ, അയാളെ ഒന്ന് വിളിക്കുക, എന്നിട്ട് വരാൻ പറ. എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട്, ഞാനത് പറഞ്ഞു തരാമെന്ന് ശ്രുതി പറയുവാണ്. പിന്നെ കാണിക്കുന്നത് പിറ്റേ ദിവസമാണ്. പിറ്റേ ദിവസം നമ്മുടെ ബീരാൻ ചന്ദ്രോദയത്തിലോട്ട് അങ്ങനെ വരുവാണ് ശ്രുതിയുടെ ഇളയച്ചനായിട്ട്. ഇത്രയും കാണിച്ചുകൊണ്ട് എപ്പിസോഡ് നാളത്തെ നിർത്തുവാണ്. അപ്പോൾ ചെമ്പനീർ പൂവിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ ഞാൻ എൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും നന്ദി.